പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കള്ളപ്പത്തിൻ്റെ അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ മാവ് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് ഇളം ചൂട് വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റ് ഇതേപോലെ മണിമണിയായിട്ടുള്ള ഈസ്റ്റും ഉണ്ട്, അതുപോലെ പൗഡറായിട്ടുള്ളതും ഉണ്ട്. രണ്ടായാലും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് ആണ്. അതൊരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയ ശേഷം 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. 1 കപ്പ് ചോറും അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങയുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ജീരകവും ഒരു ചെറിയൊരു വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയും, അതും വളരെ കുറഞ്ഞ അളവിൽ മതി, ഒരുപാട് കൂടി പോകരുത്. ഇത് രണ്ടിൻ്റെ സ്മെല്ല് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പത്തിന് ഭയങ്കര ഒരു പുളിച്ച് വരുമ്പോഴേക്ക് ഒരു ഓവർ സ്മെല്ല് വരും. അപ്പോൾ അതിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക. ഇനി ഇതെല്ലാം കൂടെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയാണ്. ഒരുപാട് ലൂസാവാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ നമ്മൾ അരച്ചെടുക്കുക കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ മാവ് ഞാനിവിടെ 2 ബാച്ചായിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈസ്റ്റ് എല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണേ. മാവിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു ഈസ്റ്റ് എത്തണം. അതിനായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കുക. ഇതിപ്പം ജാറിലിട്ടിട്ട് അടിക്കൊന്നും വേണ്ട, നമ്മൾ ഇതേപോലെ ഡയറക്റ്റായിട്ട് മാവിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പാകം കണ്ടല്ലോ, ഈ ഒരു വെള്ളം ആണ് പാകം കേട്ടോ. അതിൽ കൂടുതൽ ലൂസാവരുത്, ഇതിൽ കട്ടിയും കൂടരുത്. ഇനി പുളിച്ച് വരുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാകത്തിനാണ് ഞാനത് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനി കാലാവസ്ഥ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ നടക്കുക. തണുപ്പാണെങ്കിൽ കുറച്ച് സമയം കൂടുതലെടുക്കും, ഇല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് അത് റെഡിയായി കിട്ടും. ഇനി നമുക്ക് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് കോളിഫ്ലവറും പിന്നെ ഗ്രീൻ പീസ്, ക്യാരറ്റ്, 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സവാള എടുത്തിട്ടുണ്ട്. സവാള വലിയൊരു സവാളേൻ്റെ പകുതിയാണ് ഇത് എടുത്തിട്ടുള്ളത്. ബാക്കി പകുതി നമ്മൾ വേറെ അരച്ച് ചേർക്കുന്നതുമുണ്ട്. പിന്നെ കൂടെ തന്നെയാണുള്ളത് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. വെള്ളത്തിലിട്ട് വെച്ചത് കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും വെജിറ്റബിളാണ് ഞാൻ എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അതും ആവാം. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ കുറഞ്ഞ വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതിയേ ആദ്യം തന്നെ. അപ്പോൾ അത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം, അടിയിൽ പിടിക്കാതെ നോക്കണം. വെള്ളം കുറവുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഏലക്കായും പിന്നെ അതുപോലെ കറുവപ്പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി വീണ്ടും മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള വേറെ 2 കാര്യങ്ങൾ നേരത്തെ റെഡിയാക്കി വെക്കണം. അത് അണ്ടിപ്പരിപ്പും പിന്നെ തേങ്ങാപ്പാലുമാണ്. അണ്ടിപ്പരിപ്പ് ഒരു 10-12 എണ്ണം നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അതുപോലെ തേങ്ങയുടെ നല്ല കട്ടി തേങ്ങാപ്പാലാണ് എടുക്കേണ്ടത്, ലൂസായിട്ടുള്ളതല്ല, നല്ല കട്ടിപ്പാൽ. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ കുറച്ച് വെള്ളത്തിൽ മാത്രം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാനിവിടെ തക്കാളി അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള എടുത്തിട്ടുണ്ട്. തക്കാളിയുടെ അളവ് കുറഞ്ഞത് മതി, കാരണം നമ്മുടെ കുറുമയ്ക്ക് ഇല്ലെങ്കിൽ പുളിപ്പ് കൂടിപ്പോകും. ഇഞ്ചിയും വെളുത്തുള്ളിയും കുറഞ്ഞ അളവ് മതി, 1 ടീസ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. സവാള ഞാനിവിടെ നേരത്തെ നമ്മുടെ വെജിറ്റബിളിന് കൂടെ ഇട്ടിരുന്നതിൻ്റെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. വലുത് ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പകുതിയാക്കി. ചെറുതാണെങ്കിൽ ചെറിയ 2 എണ്ണം ഉപയോഗിക്കുക. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ. അതിനുശേഷം മാത്രം നമ്മൾ ഈ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ട് അത് ഉടഞ്ഞ് വന്ന് അതിലേക്ക് ചേർന്ന് വരുന്നവരെ നമ്മൾ എടുക്കണേ, വേവിക്കണം. അതിന് വേണ്ടി ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആവി ഇറങ്ങി പെട്ടെന്ന് തന്നെ ഒന്ന് കുക്കായി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തക്കാളിയെല്ലാം ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണേ, ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റൂവിന് മല്ലിയുടെ ഒക്കെ ഒരു കുത്തൽ മണം വരും. നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ച് എടുത്തു കൊണ്ടുവരാം. പിന്നെ അതിൽ ചേർത്തിട്ടുള്ള ഗ്രീൻ പീസ് ഫ്രോസൺ ആണ് കേട്ടോ. ഫ്രോസൺ ആയതുകൊണ്ടാണ് ഞാൻ വെജിറ്റബിളിൻ്റെ കൂടെ തന്നെ വേവിച്ചത്. ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിൽ നേരത്തെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഇതിൽ ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ആ ഒരു അരച്ച പേസ്റ്റ്, സവാള തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നമ്മുടെ കാഷ്യൂ പേസ്റ്റ് ഞാൻ നേരത്തെ അരച്ച് വെച്ചിരുന്നു, അതുകൂടെ ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. വെള്ളം കൂടി പോകണ്ട, കുറച്ച് മതി. ആ ഒരു ഗ്രേവിക്ക് പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തൊന്ന് മൂടി വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ പേസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റും നമ്മുടെ വെജിറ്റബിളിലേക്ക് നന്നായിട്ട് കയറണം. അപ്പോൾ ആ ഒരു പാകത്തിന് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേവിക്കണം. കൂടുതൽ തീ കത്തി പോയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവേ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന്
ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സിമ്മിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അത് അത്യാവശ്യം ആയിട്ടുണ്ട് നമ്മുടെ കറി. ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് തേങ്ങാപ്പാൽ. അതുകൊണ്ട് തന്നെ കട്ടിയുള്ള തേങ്ങാപ്പാൽ മാത്രം ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ വെള്ളം കൂടിപ്പോവുകയെ. നമ്മൾ കുറുകിയ ഒരു കുറുമയാണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വീണ്ടും ചെറിയ തീയിൽ മാത്രം കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് തിളച്ചു പോകണ്ട, ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരുന്ന് അങ്ങനെ ഒരു കറി മൊത്തത്തിലൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇതിൽ ഏറ്റവും അവസാനമായിട്ട് മല്ലിയില അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നോക്കണേ, വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ എരിവ് കുറവാണെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുറുമ റെഡിയായേ. ഇനി ഇവിടെ മാവ് ഇതേ പൊങ്ങി വന്നിട്ടുണ്ട്. എനിക്കിവിടെ 1.5-2 മണിക്കൂറിനുള്ളിൽ തന്നെ മാവ് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി കിട്ടും. തണുപ്പുള്ളിടത്താണെങ്കിൽ കുറച്ച് സമയം എടുക്കുക, 5-6 മണിക്കൂർ, ചിലപ്പോൾ 8 മണിക്കൂറൊക്കെ ആവാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് അരയ്ക്കുന്ന സമയത്ത് ഉപ്പും പഞ്ചസാരയൊന്നും ചേർത്തുണ്ടായിരുന്നില്ല. അപ്പോൾ പാകത്തിന് അതിട്ട് കൊടുക്കണം. ഈ ഒരു മാവിൻ്റെ കണക്കനുസരിച്ചാണ് ഞാനിവിടെ പഞ്ചസാരയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് പറയാൻ ഓരോരുത്തർക്കും ഇഷ്ടം അനുസരിച്ചാട്ടോ വരുന്നത്. ചിലർക്ക് മധുരം അധികം ഇഷ്ടമായിരിക്കും ഈ ഒരു അപ്പത്തിന്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഓരോന്നും ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ എപ്പോഴും ആദ്യം ഒരു അപ്പം ചുട്ടതിന് ശേഷം ഒന്ന് കഴിച്ചു നോക്കും അതിൻ്റെ ഒരു ഭാഗം. അപ്പോൾ അതിലെന്തെങ്കിലും കുറവുകൾ തോന്നുകയാണെങ്കിൽ വീണ്ടും ഉപ്പും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്താൽ മതി. നമുക്കൊരു കറക്റ്റ് കണക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ ചൂടായ തവയിലേക്ക് നമ്മളിതേ ഇവിടെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓരോ തവി ഒഴിച്ചു കൊടുത്തതിന് ശേഷം പരത്താതെ അങ്ങനെ തന്നെ വെക്കണം. അപ്പം ചൂട് ഓവറായിട്ട് പോരുത് കേട്ടോ. ഏത് തവ ഉപയോഗിക്കുകയാണെങ്കിലും ഓവർ ചൂടാവേണ്ട, ഒരു മീഡിയം ഹീറ്റിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ മോൾഭാഗം ഇതേപോലെ ഇങ്ങനെ ഒരു ഹോള് വന്ന് തുടങ്ങുമ്പോൾ തന്നെ മൂടി വെച്ചതിന് ശേഷം അത് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും കേട്ടോ. മോൾഭാഗത്തെ കണ്ടില്ലേ, ഈ ഒരു പാകത്തിൽ തന്നെ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ തന്നെ എടുത്താൽ മതി. പിന്നെ അത് മറച്ചിട്ടിട്ടും ചെയ്യാറുണ്ട്. 2 രീതിയിൽ കള്ളപ്പം ചുട്ടെടുക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ ഒരു സൈഡ് മാത്രം കുക്ക് ചെയ്യുന്ന രീതിയിലാണ് എടുക്കാറുള്ളത്. അപ്പോൾ അത് മറച്ചിട്ടിട്ട് ചെയ്യുമ്പം ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയൊരു കാണുമ്പോൾ അതിനൊരു ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. പിന്നെ ആ ഒരു ഫ്ലഫി ആയിട്ട് നിൽക്കുന്ന ആ ഒരു സംഭവം ഒന്നും ഉണ്ടാവില്ല. മറച്ചിടുമ്പോൾ അതങ്ങ് താന്നു പോവും, അത്രയേ ഉള്ളൂ. അപ്പോൾ 2 രീതിയിലും ഈ അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ രണ്ടാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ. പക്ഷേ ഞാനിവിടെ കൂടുതൽ ഉണ്ടാക്കാറുള്ളത് ഇതുപോലെ ഒരു സൈഡ് മാത്രം കുക്ക് ചെയ്തെടുത്തിട്ടുള്ള മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന രീതിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ അതുപോലെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഈ അപ്പം ചുട്ടെടുക്കുമ്പോൾ 2-3 കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അതിലൊന്ന് ഈസ്റ്റ് നല്ലതായിരിക്കണം. ഞാനിവിടെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനത് ആദ്യം തന്നെ ചെറിയ ചൂടുവെള്ളവും പഞ്ചസാരയും ചേർത്ത വെള്ളത്തിൽ അത് ഇട്ടതിന് ശേഷം പൊങ്ങാൻ വെച്ച് അതൊന്ന് ഫെർമെൻ്റ് ആവാൻ വെച്ചതിന് ശേഷം മാവിൽ ചേർത്ത് കൊടുത്തത്. പിന്നെ സാധാരണ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, ചെറിയ റവത്തരി പോലുള്ള ഈസ്റ്റ് ഉണ്ടാവുമല്ലോ, അതാകുമ്പോൾ നിങ്ങൾക്ക് മാവിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഞാനത് ആ സമയത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. പിന്നെ ഇതുപോലെ അപ്പം ചുട്ടെടുക്കുന്ന തവ, ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല, ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റും. അതല്ല ഇരുമ്പ് അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കാസ്റ്റ് ചെയ്യണത് പാത്രങ്ങൾ ഏതെങ്കിലും ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ചൂട് എപ്പോഴും ശ്രദ്ധിക്കണേ. നന്നായിട്ട് ചൂടാതിന് ശേഷം പിന്നെ സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മാവൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ അതിൻ്റെ എണ്ണ തേച്ച് കൊടുക്കേണ്ടി വരും മുകൾ ഭാഗത്തൊക്കെ, കല്ലിൻ്റെ മുകളിൽ കേട്ടോ. എണ്ണ ഏതാണോ വെളിച്ചെണ്ണയോ അതല്ല നെയ്യ് ഏതെങ്കിലും ആയാലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് തടവിന് ശേഷം വേണം മാവ് ഒഴിച്ച് കൊടുക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പം ആ ഒരു രീതിയിലുള്ള തവ എടുക്കുമ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം, അതിൻ്റെ ചൂടും കാര്യങ്ങളെല്ലാം. പിന്നെ നിങ്ങൾ പച്ചരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒട്ടൽ ടൈപ്പുള്ള പച്ചരികൾ ഉപയോഗിക്കാതിരിക്കുക. നല്ല ഇനം പച്ചരി കൊണ്ട് മാത്രം ഈ ഒരു അപ്പം ചുട്ടെടുക്കുക. ഞാൻ ഈ മാവ് കൊണ്ട് എല്ലാ അപ്പങ്ങളൊന്നും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കുറുമ കണ്ടല്ലോ, നല്ല തിക്കായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആട്ടോ അതിന് കഴിക്കാനും. ഇതിൽ വേണമെങ്കിൽ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസ് എല്ലാം വറുത്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നതും ടേസ്റ്റാണ്. അപ്പങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രാവിലെ ചുട്ടിട്ടുണ്ടെങ്കിൽ രാത്രി വരെ ഇതിൻ്റെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കും കേട്ടോ, ഒട്ടും ഹാർഡാവില്ല. അത് നല്ലൊരു ഗുണം തന്നെയാണ് ഈ ഒരു അപ്പത്തിന്. ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു വ്യത്യാസവും. പിന്നെ അതുപോലെ ഇതിൽ ഒട്ടൽ കുറവായിരിക്കും, ഒട്ടിപ്പിടിക്കൽ കുറവായിരിക്കും. നല്ല മണം, ഇതിൻ്റെ ആ ഒരു ജീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഇടുന്നതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് കൂടി പോകാൻ നോക്കണം കേട്ടോ. നമ്മൾ ഇടുന്നത് ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും കൂടി ആകുമ്പോൾ ഈ അപ്പം നല്ല രുചിയും മണവുമാണ്. പിന്നെ ഈ ഒരു കുറുമ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിതിനകത്തേക്ക് പനീർ അതുപോലെ മഷ്റൂമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏറ്റവും സിമ്പിളും ടേസ്റ്റായിട്ടാണ് ഞാനിവിടെ കുറുമ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഈ അപ്പം ഒന്ന് കട്ട് ചെയ്താൽ പോലെ നമ്മൾ ആരെടുത്ത അപ്പം എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടാകും.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി.